എല്ലാ പ്രേക്ഷകർക്കും നല്ല ഊർജ്ജസ്വലതയോടെ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ കൂടി വളരെ വേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. മഴയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. സംസ്ഥാനത്ത് കാലവർഷം കലിപൂണ്ട് പെയ്ത് തുടരുകയാണ്. ഇപ്പോഴും പലയിടത്തും നിലവിലും മഴ ശക്തമായി പെയ്യുന്നുണ്ട്. മഴക്കെടുതിയും അതിരൂക്ഷമാണ്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. വീടുകൾക്കും കേടുപാടുണ്ടായിട്ടുണ്ട്. പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ്. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. ഇന്നത്തെ വാർത്താപ്പകലിൽ പുറത്തുവന്ന മഴക്കെടുതിയുടെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം പറയുന്നുണ്ട് എത്രമാത്രം കനത്ത മഴയാണ് സംസ്ഥാനത്ത് ഇന്ന് പെയ്തത് എന്നത്. മാത്രമല്ല മഴക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ അനവധിയാണ്. എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ട്. അവിടെയൊക്കെ വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മഴ ഇനിയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. വയനാട് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഇന്നുണ്ടായിരുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാളോടെ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടേക്കാം എന്നുകൂടി വാർത്ത പുറത്തുവരുന്നു. ഇനിയിപ്പോ നമ്മുടെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കമന്റ് ബോക്സിൽ ക്ഷുഭിതരായിട്ടാണ് ചോദിക്കുന്നത്, നാളെ അവധി തരൂ എന്ന് ഒരുപാട് പ്രേക്ഷകർ. എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികളാണ് അതിൽ കൂടുതലും, രക്ഷിതാക്കളും ഉണ്ട്. നാളെ അവധി ഉണ്ടോ എന്നൊക്കെയുള്ള അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നു. പക്ഷേ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഔദ്യോഗികമായിട്ട് അറിയിപ്പ് കിട്ടിയ അവധികൾ ഇനി പറയുന്നതാണ്. കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 4 സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കുമല്ല, ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക്. അത് ചേവായൂർ NGO ക്വാർട്ടേഴ്സ് ഹൈസ്കൂളാണ്. മറ്റൊന്ന് കോഴിക്കോട് IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. കോട്ടൂളി GLP സ്കൂളുണ്ട്. മറ്റൊന്ന് മുട്ടോളി ലോലയിൽ അങ്കണവാടി എന്നിവയ്ക്കാണ് അവധി കോഴിക്കോട് ജില്ലയിൽ ബാധകമാവുക. അതോടൊപ്പം തന്നെ കലക്ടർ അറിയിക്കുന്ന, അല്ലെങ്കിൽ ജില്ലാ ഭരണകേന്ദ്രം അറിയിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. മഴക്കാലവുമായി ബന്ധപ്പെട്ട് ജാഗ്രതയോടെ നടപടികൾ സ്വീകരിച്ചു വരുമ്പോൾ പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ വ്യാജ വാർത്തകൾ, ഈ അവധിയും ഒക്കെ അത്തരം വാർത്തകൾ
വ്യാജമായി ചമച്ച് വിടുകയാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. നേരത്തെ തൃശ്ശൂരിൽ അവധിയുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാർത്തകൾ വന്നു. അങ്ങനെ ഒരു അവധിയും തൃശ്ശൂർ ജില്ലാ ഭരണകേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. വെറുതെ അത്തരം സന്ദേശങ്ങൾ അയക്കാതിരിക്കുക. കണ്ണൂർ അവധിയുണ്ടോ, കോട്ടയത്ത് അവധിയുണ്ടോ, എറണാകുളത്ത് അവധിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 2 ജില്ലകളിൽ മാത്രമേ നിലവിൽ അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഈ 2 ജില്ലകളിൽ നിന്നാണ് വരുന്നത്. അത് വയനാട്ടിലാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കോഴിക്കോട് ഈ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന 4 സ്കൂളുകൾക്ക് മാത്രമാണ് അവധി. ബാക്കി എല്ലാ കുട്ടികളും നാളെ സ്കൂളിൽ പോകാൻ തയ്യാറായിരിക്കുക. അപ്പോൾ അതിലിനി ഒരു വ്യക്തത കുറവില്ല, അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവധി തരുമെന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടർ ഇത് കണ്ടിട്ടല്ല കേട്ടോ അവധി തരുന്നത്. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് അവര് അവധി പ്രഖ്യാപിക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നാളെ സ്കൂളിൽ പോകാൻ ശ്രമിക്കുക. യെസ്, അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. ഇന്നത്തെ ഒരു ശുഭവാർത്ത കാണാം. മഴക്കാലമാണ്. നമ്മൾ ഈ ഒഴുക്കിൽപ്പെട്ട വാർത്തയും ഒക്കെ നമ്മൾ ഒരുപാട് നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒഴുക്കിൽപ്പെടുകയും അതേസമയം തന്നെ നമുക്ക് സന്തോഷം പകർന്ന് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടാണ് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത്. സംഭവം നടന്നത് പാലക്കാടാണ്. വയോധിക ജീവൻ രക്ഷിക്കാൻ മരക്കൊമ്പിൽ തൂങ്ങിക്കിടന്നത് 10 മണിക്കൂറാണ്. പാലക്കാട് ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിലെ 78 വയസ്സുകാരി ചന്ദ്രമതിയാണ് മനോബലം കൊണ്ട് ഒഴുക്കിനെ അതിജീവിച്ചത്. 78 വയസ്സാണെന്ന് ഓർക്കണം. അപ്പോൾ എത്രമാത്രം മനസ്സിന്റെ ധൈര്യമുണ്ടെന്ന കാര്യം ഓർക്കുക. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. അവർ പറഞ്ഞു പിന്നെ മരിച്ചിട്ടില്ല, അതാ നിൽക്കണു, പിന്നെ ഞങ്ങളേതാ നോക്കണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും സന്തോഷമായി. അങ്ങനെയാണ് രക്ഷപ്പെട്ടത് അല്ലേ? അങ്ങനെ രക്ഷപ്പെട്ടു. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തോന്നിയിരുന്നോ ഞാൻ രക്ഷപ്പെടുന്നു? തോന്നിയിരുന്നോ? രക്ഷപ്പെടില്ല എന്നാ തോന്നിയത്. രക്ഷപ്പെടില്ല എന്ന് തോന്നി, മരിച്ചുവെന്ന് തോന്നി. ആ ഇന്നലെ രാവിലെ 6 മണിയോടെ കുളിക്കാൻ തോട്ടിലിറങ്ങിയപ്പോഴാണ് പൂക്കാട്ടുകുറിശി സ്വദേശി ചന്ദ്രമതി കാൽവഴുതി ഒഴുക്കിൽപ്പെട്ടത്. ഏറെ നേരം ഒഴുകിയെങ്കിലും നീന്തൽ അറിയാവുന്നതിനാൽ തല മുങ്ങാതെ പിടിച്ചു നിന്നു. മരക്കൊമ്പ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ കൈയെത്തി പിടിച്ചു. അങ്ങനെ നീണ്ട 10 മണിക്കൂർ നീന്താൻ അറിയായിരുന്നു അല്ലെ? നീന്താൻ അറിയും. എങ്ങനെ ഈ മരത്തിൽ പിടിക്കാൻ പറ്റിയത് എങ്ങനെയാ? മരത്തിനെ ഇങ്ങനെ കൈ കൊണ്ട് തുഴഞ്ഞിട്ട് മരത്തിനെ പൊത്തി പിടിച്ചു. പൊത്തി പിടിച്ചിട്ട് ഇരുന്നു നിന്നോടെ. അത് കാല് നിലത്ത് കുത്താൻ പറ്റുന്നുണ്ടായിരുന്നു? നിലത്തെ കുത്താൻ പറ്റില്ല. അമ്മയെ കാണാതായതോടെ മക്കളും നാട്ടുകാരും പോലീസിൽ വിവരമറിയിച്ച് നാടൊട്ടുക്കെ തിരച്ചിൽ നടത്തി. വൈകിട്ട് 4 മണിയോടെയാണ് ചന്ദ്രമതിയെ കണ്ടെത്തിയത്. വെള്ളത്തിൽ ഇത്രയേ ഉള്ളൂ, ഇത്രയാണ്, ബാക്കിയൊക്കെ വെള്ളത്തിലാണ്. ഇത്ര ആളുകൾ പുറത്തേക്ക് കാണുള്ളൂ, ബാക്കിയൊക്കെ വെള്ളത്തിൽ താണ് നിൽക്കണം, മരത്താണ് ഇങ്ങനെ വെള്ളം നിൽക്കണം. പുറത്ത് പോയിട്ടുന്ന ഒരു കയറൊക്കെ ഓടിച്ച് അത് രക്ഷിച്ചത് അത്രയും തന്നെയാണ്. റിസ്ക് പിടിച്ച പരിപാടി തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും പൊന്തി നീന്താനും പറ്റിയ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഏറെ നേരം വെള്ളത്തിൽ കിടന്നെങ്കിലും ചന്ദ്രമതി അമ്മ നിലവിൽ ആരോഗ്യവതിയാണ്. എന്തായാലും ഇനി കുളിക്കാൻ തോട്ടിലേക്കില്ലെന്നാണ് ചന്ദ്രമതി അമ്മ പറയുന്നത്. ഇനി മഴക്കാലത്ത് കുളിക്കാനൊന്നും പോകണ്ട നിങ്ങൾ എന്തായാലും. ഇനി പോയില്ല. 24 പാലക്കാട്. അപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയാണ് മനോധൈര്യം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുക എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അമ്മയുടെ ആ കഥ. എങ്ങനെയെങ്കിലും 10 മണിക്കൂർ നേരമൊക്കെ ഒരു പിടിച്ചു നിൽക്കുക, അതും ഒഴുക്കിൽ എന്നത് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അത് ധൈര്യം, അതാണ്. അതെ, ഇപ്പം വരുന്നൊരു കമന്റ് ഉണ്ട്. സജിത് രമണൻ പറയുന്നുണ്ട്, ഹായ് പ്രജൻറോ, ഞങ്ങളുടെ ചിന്നന്റെ കല്യാണമാണ് നാളെ. നെയിം ജോബ് എന്നാണ് ഇട്ടിരിക്കുന്നത്. ജോബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവാസികൾ ഒരു കല്യാണത്തിനും കൂടാൻ പറ്റില്ല, ആശംസകൾ അറിയിക്കണം 24-ലൂടെ. വെയിറ്റിംഗ്, ദുബായ് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ചിന്നൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ജോബ് എന്നാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ജോബ് എന്നാണ് വിളിക്കുന്ന ജോബിന് വെഡിങ് വിഷസ് അറിയിക്കുകയാണ്. അതെ, എല്ലാവിധ ആശംസകളും. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് വാർത്തകൾ കണ്ടു, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മളെ അലോസരപ്പെടുത്തിയ വാർത്തകൾ കൂടി എന്താണെന്ന് നമ്മൾ അറിയണം ഈ ദിനം അവസാനിക്കുമ്പോൾ. അപ്പോൾ അതിലേക്കാണ് അടുത്തത് അലോസര വാർത്തകൾ. കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. സംഭവം മുംബൈ ഡോംബിവിയിൽ. മരിച്ചത് ശുചീകരണ തൊഴിലാളിയായ നാഗിന ദേവി. സുരക്ഷാ കൈവരിയിലിരിക്കവേ സുഹൃത്ത് തമാശയ്ക്ക് തള്ളിയതോടെ താഴേക്ക് വീഴുകയായിരുന്നു. കേസെടുത്ത പോലീസ്. ചാന്ദിപുര വൈറസ് വ്യാപന ഭീതിയിൽ ഗുജറാത്ത്. മരണം 8ആയി. ഒരാഴ്ചക്കിടെ മരിച്ചത് 6 കുട്ടികൾ, 15 പേർ ചികിത്സയിൽ. 9 ദിവസം മുൻപ് കാണാതായ സിക്കിം മുൻ മന്ത്രി RC പൗഡ്യാലന് മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് പശ്ചിമ ബംഗാളിലെ സിലിഗുഡിയിലെ കനാലിൽ നിന്ന്. കൊലപാതകമെന്ന സംശയം. അന്വേഷണത്തിനായി പ്രത്യേക സംഘം.
ഒരു സങ്കട വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതങ്ങ് തിരുവനന്തപുരം നെടുമങ്ങാട് എന്നാണ്. 2.5 വയസ്സുകാരൻ ശ്വാസതടസ്സത്തെ തുടർന്ന് മരിച്ചു എന്നാണ് ആ വാർത്ത. കുശക്കോട് സ്വദേശി സുഖിൽ സന്ധ്യാ ദമ്പതികളുടെ മകനാണ്. തിരുവനന്തപുരം SAT ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ 3 ആഴ്ചയോളമായി കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് കുഞ്ഞ് ചികിത്സയിലായിരുന്നു. ഇപ്പോൾ ഈ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. ഈ 2 ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അധികവും ഈ പ്രേക്ഷകരിലേക്ക് മുടങ്ങാതെ എത്തിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് അത് പനി, മഴയും അതേ തുടർന്നുള്ള പനിയുമാണ്. അപ്പം സംസ്ഥാനത്ത് ഇപ്പോഴും പനി ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഇന്ന് 3 പേർ മരിച്ചു എന്നുള്ളതാണ് സങ്കടകരമായ വിവരം. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 129 പേർക്ക് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഡെങ്കിപ്പനി വ്യാപനവും കുറഞ്ഞിട്ടില്ല, അതുപോലെ തുടരുന്നുണ്ട് എന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 12,508 പേരാണ് ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയത് എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. H1N1, ഡെങ്കി, വെസ്റ്റ് നൈൽ പനി എന്നിവ ബാധിച്ച 3 പേരാണ് ഇന്ന് മരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 129 പേർക്ക് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 36 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. 14 പേർക്ക് എലിപ്പനിയും കണ്ടെത്തി. സംസ്ഥാനത്ത് ആകെ 12,508 പേർ പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ H1N1 ബാധിച്ച 47കാരിയാണ് മരിച്ചത്. മേഖലയിൽ 2 പേർക്ക് മലമ്പനിയും ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ പൊന്നാനിയിൽ മാത്രം മലമ്പനി ബാധിച്ചവരുടെ എണ്ണം 3 ആയി. സർക്കാർ ആശുപത്രികൾ പനിബാധിതരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരൂർ. അപ്പോൾ വലിയ എന്താണ് പറയുക, മരണകാരണമാകുന്ന രീതിയിൽ പനി മാറുന്നുണ്ട്, അത് വ്യാപകമാവുന്നുണ്ട്, പല രീതിയിലേക്കും അത് പടരുന്നുണ്ടെന്നതാണ്. പലതരം പനികൾ എന്നതാണ് ഒരു പ്രത്യേകത അല്ലേ. ഇപ്പോൾ ഇന്നിപ്പോൾ H1N1 ബാധിച്ച് മലപ്പുറത്തൊരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ H1N1 എന്ന് പറയുന്നത് വലിയ രോഗമാണ്, അത് ഒന്നോ രണ്ടോ ആളുകൾക്കൊക്കെയാണ് പിടിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അതങ്ങനെയല്ല, വ്യാപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ H1N1 കൂടുതൽ പേരിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്താണ് H1N1 എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ് ഡോക്ടർ സൗമ്യ സരൻ. കാണാം ഡോക്ടറിൻ. എന്താണ് ഈ H1N1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു തരം വൈറസ് ആണ്. ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയും. ഇൻഫ്ലുവൻസ വൈറസ് 4 തരമുണ്ട്, ABCD എന്ന്. ഇതിൽ തന്നെ ഇൻഫ്ലുവൻസ വൈറസ് എയുടെ പല സബ് ടൈപ്പുകളിൽ ഒന്നാണ് H1N1. നമ്മുടെ മനുഷ്യരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ടൈപ്പ് ഇൻഫ്ലുവൻസ വൈറസ് കൂടിയാണ് H1N1 വൈറസ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു വൈറൽ പനി വന്നു പോകുന്ന പോലെ തന്നെ, ഒരു ജലദോഷ പനി വന്നു പോകുന്ന ലക്ഷണങ്ങളാണ് ഇത് സാധാരണ ഉണ്ടാവുന്നത്. പക്ഷേ ഇതിന്റെ ഫീവർ വളരെയധികം ഹൈഗ്രേഡ് ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ വളരെയധികം ക്ഷീണം, മസിൽ പെയിൻ, അതുപോലെ തന്നെ ബോഡി പെയിൻ, അതൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ഇതിന്റെ കൂടാതെ തന്നെ നമുക്ക് ചിലപ്പോൾ ചുമ, ശ്വാസം മുട്ടല്, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തൊണ്ടവേദന, അങ്ങനെയുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള പല സിംറ്റംസ് ഇതിൻ്റെ കൂടെ കാണാറുണ്ട്. സാധാരണ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയിട്ടും അതിന് വലിയ റെസ്പോൺസ് കാണിക്കാതിരിക്കുക, രോഗിയുടെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുക, ആന്റിബയോട്ടിക്കുകൾക്ക് പ്രതികരിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് H1N1 ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിന്റെ ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ്. ആന്റിവൈറൽ, ഒസൽറ്റാമ്യൂർ എന്നൊക്കെ പറയുന്ന ആന്റിവൈറൽ മരുന്നുകൾ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഇതിനെതിരെ കൊടുക്കാവുന്നതാണ്. എന്നാൽ എല്ലാ കേസുകൾക്കും ഇത് കൊടുക്കണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യമില്ല. കാരണം അധിക ശതമാനം കേസുകളും ചെറിയ ജലദോഷപ്പനിയായിട്ട് വന്ന് മാറുന്നതാണ്. എന്നാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിന് ആന്റിവൈറൽ മരുന്നുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. വളരെ നല്ല രീതിയിൽ ഇത് സാധാരണ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. എന്നാൽ വളരെ വളരെ ചെറിയൊരു ശതമാനം ആളുകളിൽ ഇത് വളരെ ഒരു മൂർച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും, അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ മരണം സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ എന്താണ് H1N1 പനിയുടെ ലക്ഷണങ്ങൾ, അതെന്താണ്, അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യമാണെന്ന് ഡോക്ടർ സൗമ്യ സരൻ പറഞ്ഞത്. നമ്മുടെ കമന്റ്സിലേക്ക് വരാം. കമന്റ്സിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല. വീണ്ടും അവധിയുണ്ടോ എന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി വരുന്നു. അപ്പോൾ അവധി പറഞ്ഞു, ജില്ലകളൊക്കെ നേരത്തെ പറഞ്ഞു. വയനാട്ടിൽ മാത്രമാണ് അവധിയുള്ളത് പൂർണ്ണമായും എന്ന് പറയാൻ പറ്റില്ല. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധിയില്ല എന്ന കാര്യം കൂടെ ഓർക്കുക വയനാട്ടിൽ. മറ്റൊന്ന്, കോഴിക്കോട് ക്യാമ്പ് പ്രവർത്തിക്കുന്ന 4 സ്കൂളുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെവിടെയും നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ കുഞ്ചൂസ് വ്ലോഗ് എന്നുള്ള ID എന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് നാളെ, ഒന്ന് വിഷ് ചെയ്യൂ പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് 3 വരി പ്ലീസ് ഉണ്ട്. അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. അതെ, ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി. ഇൻ അഡ്വാൻസ്. അതെ, ഇൻ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. അതെ, ഒരുപാട് പേര് കമന്റ് വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഫ്ലവേഴ്സിൽ ഇപ്പം SKN സാറിന്റെ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി മിനി ബാബു പറയുന്നുണ്ട്. SKN സാറിന്റെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ ക്ലാസ്സിൽ കയറി
നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ SKN സാറിന്റെ ക്ലാസ്സിൽ പോകുന്നു. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ മുൻപ് ന്യൂസ് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ എത്തിച്ചത് കൊണ്ടായിരിക്കാം, അത് കേട്ടിട്ടായിരിക്കും മിനി ബാബു അങ്ങനെ പറയുന്നത്. ലേഖാജയൻ ചേച്ചി പറയുന്നു, പണ്ട് പനി വരണമെന്ന് പറയുമായിരുന്നു, എന്നാൽ ഇന്ന് പനിന്ന് കേട്ടാൽ മതി ആരും വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അത് എന്താണ് പനിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പേടിച്ചിട്ടുണ്ട്. ആ പേടി നല്ലതാണ്, ഒന്ന് ശ്രദ്ധ ഉണ്ടാവുമല്ലോ, ഒരു ജാഗ്രത ഉണ്ടാവും. അപ്പോൾ മറ്റൊരു കാര്യം, നമുക്ക് ചെറിയ ഇടവേള വേണം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കുന്നു, നിങ്ങളുടെ സ്ക്രീനിലേക്ക് ഇതാ നമ്മുടെ QR കോഡ് വരികയാണ്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. ഈ മൊബൈലിൽ കാണുന്ന ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ കോഡ് സ്കാൻ ചെയ്യുക, ഈ QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സൂം പ്ലാറ്റ്ഫോമിലെത്തും. അവിടെ വീഡിയോ കോൾ ചെയ്യാനുള്ള സൗകര്യമുണ്ടാവും. ആ വീഡിയോ കോൾ ബട്ടണിൽ അമർത്തിക്കഴിഞ്ഞാൽ നേരെ കോൾ ചെയ്ത് നമ്മുടെ സ്ക്രീനിലേക്ക് വരാം. അപ്പം നിങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം, നിങ്ങളുടെ വിശേഷങ്ങൾ നേരിൽ അറിയാം. അപ്പോൾ അതിനായി ട്രൈ ചെയ്യുക. ഇപ്പോൾ സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും പോവുക. അവിടെ 24 ഓൺലൈൻ എന്ന നമ്മുടെ പേജ് ഉണ്ട്. അവിടെ ഇപ്പോൾ ഇതേ QR കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. അപ്പോൾ ട്രൈ ചെയ്യാം. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രമിത തുടരുകയാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ നമ്മൾ പല ആൾക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയാൻ പറ്റില്ലല്ലേ, ഒരു 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 സംഭവമാണ്. പലപ്പോഴും നമ്മുടെ ഈ കയ്യിലെ മോതിരം ഇട്ട് അതിങ്ങനെ അവിടെ കിടന്ന് നമ്മുടെ കൈ വിരലുകൾ വലുതാനുസരിച്ച് മോതിരം ചെറുതായി അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് ലാസ്റ്റ് ഊരിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് സംഭവിച്ചിട്ടില്ല. ഇല്ല, എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ഊരിയെടുത്തോട്ടോ, മറ്റേ നമ്മുടെ സോപ്പൊക്കെ വെച്ചു. പക്ഷേ ഒരുപാട് അങ്ങ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൈവിരലിൽ കുടുങ്ങിയ മോതിരം മുറിച്ചു നീക്കി വിഴിഞ്ഞം ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ രക്ഷയ്ക്കെത്തി ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ. ശരത്ത് എന്ന യുവാവാണ് മോതിരം വിരലിൽ കുടുങ്ങി നീര് വന്ന് സ്റ്റേഷനിലെത്തിയത്. സ്റ്റീൽ മോതിരം വളരെ സൂക്ഷ്മതയോടെയാണ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രത്യേകിച്ച് ശരത്തിന്റെ കയ്യിലൊന്നും മുറിവൊന്നും പറ്റാതെ വേണം അത് ഊരിയെടുക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ടാസ്ക് ആണത്. അതെ, അത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ കൈ മുറിഞ്ഞു പോവും. അപ്പോൾ അത് എന്താണ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ വിളിക്കാം. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ ലീക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കണം, അപ്പോൾ കൃത്യമായി പറഞ്ഞാണ് ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം നിങ്ങൾ ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുക. അവർ വന്ന് അതിൽ കൃത്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് രക്ഷപ്പെടുത്തിയെടുത്തോളും. യെസ്, നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ തുടങ്ങിയത് മുതൽ നമ്മളിങ്ങനെ ക്യാമ്പയിനുകൾ കൊണ്ടുവരാറുണ്ട്. അത് ലഹരിക്കെതിരെയാണ് പ്രധാനമായും. അപ്പോൾ ലഹരിക്കെതിരെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് ഒരുക്കിയ ഒരു വീഡിയോ ആൽബം ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായാണ് ഈ ആൽബം പുറത്തിറക്കിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരാണ് ആൽബത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. മിഴിയോർമയിൽ ഒരു താരമാ മറയുന്നുവോ അകലെ, തിരുനാളമായി തെളിയാതെ നീ പൊലിയുന്നുവോ മുകിലേ. മയക്കുമരുന്നിൽ പൊലിയുന്ന യുവത്വത്തിന് ഒരു ഓർമ്മപ്പെടുത്തൽ. അതാണ് എറണാകുളം റൂറൽ പോലീസ് ഒരുക്കിയ സംഗീത ആൽബം. മിന്നും പൊന്നും ചാലിച്ചെഴുതിയ ബാല്യകൗമാരം മിന്നായി തെളിയാനുള്ളിൽ ആർദ്രമാമോഹം. എറണാകുളം റൂറൽ SP വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലാണ് ആൽബം ചിത്രീകരിച്ചത്. ചലച്ചിത്ര താരം മഞ്ജു വാര്യരും ആൽബത്തിന്റെ ഭാഗമാണ്. ലഹരിക്ക് അടിമപ്പെട്ടവരെ കുറിച്ചുള്ള എത്രയെത്ര ദുരന്ത വാർത്തകളാണ് നാം ദിവസവും കേൾക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരിയുടെ കെണിയിൽ അകപ്പെടുത്താൻ വലിയൊരു സംഘം കാത്തിരിപ്പുണ്ട്. അവരുടെ കൈകളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. ലഹരിക്ക് എതിരായ പോരാട്ടമായ ഓപ്പറേഷൻ ക്ലീനിൽ നാം എല്ലാവരും പങ്കാളികളാണ്. ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചത് പോലീസ് ഉദ്യോഗസ്ഥനായ അരുൺ വിശ്വമാണ്. പ്രസാദ് പാറപ്പുറം ഗാനരചനയും ബിനു മലയാറ്റൂർ സംഗീതവും നിർവഹിച്ചു. ലഹരിമായുമീ മണ്ണിനായി പുതുപുലരി പൂത്തിറങ്ങാൻ. 24 കൊച്ചി. യെസ്, അപ്പോൾ ലഹരിയോട് പറയുക, അല്ലേ, നോ എന്ന് പറയുക. നമ്മുടെ ജീവിതമാണ് ലഹരി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ എന്തായാലും ആ വീഡിയോ നന്നായിട്ടുണ്ടല്ലേ, ആ ആൽബം നന്നായിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് പോലീസുകാരാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷക നമ്മുടെ അതിഥിയായിട്ട് ഇന്ന് ആദ്യം വരുന്നു നമ്മുടെ സ്ക്രീനിലേക്ക്. ചങ്ങനാശ്ശേരിയിൽ നിന്നാണെന്ന് തോന്നുന്നു, അല്ലേ? അശ്വതി എന്നാണ് പേരെന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞത്. അശ്വതി, ഹായ്, ഹലോ. ഹായ് അശ്വതി, കേൾക്കാമോ? ചങ്ങനാശ്ശേരിയിൽ എവിടെയാണ് വീട്?
ചങ്ങനാശ്ശേരി പാലാക്ക. ആ ടി വിയിൽ നോക്കുന്നുണ്ടല്ലേ? ആ ടി വി വോളിയം കുറയ്ക്കുക, എന്നിട്ട് നേരെ നമ്മുടെ മൊബൈൽ ക്യാമറയിലേക്ക് നോക്കിട്ടോ. ഒരു ചെറിയ ഡിലേ ഉണ്ടാവും, അതുകൊണ്ടാട്ടോ. വീട്ടിലാരൊക്കെയുണ്ട് അശ്വതി? വീട്ടിൽ അമ്മയും ഞാനേ ഉള്ളൂ. അശ്വതി എന്ത് ചെയ്യാ? ഞാൻ പഠിക്കുക. ഏതാ കോഴ്സ്? ഏതാ കോഴ്സ്? പ്ലസ് ടു. പ്ലസ് ടു പഠിക്കുകയാണോ? ഏത് ഗ്രൂപ്പാണ്? റേഞ്ച് പ്രശ്നമുണ്ടോ? പ്രതീക്ഷയുടെ ഫാനാണ്. കേട്ടില്ല. ഓ അയ്യോ, പ്രതീക്ഷയുടെ വൻ ഫാനാണെന്ന് പറഞ്ഞത്. ആണോ? മോളെ എനിക്കൊന്ന് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. അതെ, റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്, നമുക്ക് കേൾക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. അതെ അതെ, ഒന്നുകൂടി പറയോ പറഞ്ഞത്? ഞാൻ പ്രജീവന്റെ ഫാനാണ്. ഓ ആണോ? താങ്ക് യു ഒരുപാട് സന്തോഷം കേട്ടോ. അശ്വതി, എനിക്ക് തോന്നുന്നു ടിവിയും മൊബൈലും മാറി മാറി ശ്രദ്ധിക്കുന്നുണ്ടാണ്. ഓക്കെ അശ്വതി, വിളിച്ചതിൽ ഒരുപാട് നന്ദിട്ടോ. ഓക്കെ, താങ്ക് യു അശ്വതി. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പം അങ്ങനെ അശ്വതിയായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റി. കൂടുതൽ കാലം ചോദിക്കാനുണ്ടോ എനിക്ക് ഫാനെന്ന് പറഞ്ഞപ്പോഴേ. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊന്ന് ഡൽഹിയിലേക്ക് പോവാം. ഉത്തരേന്ത്യയിൽ ഇന്ന് മുസ്ലിം സമൂഹം ഇന്ന് വിപുലമായ ഇവിടെ മുഹറം ആചരിച്ചിരുന്നു. രക്തസാക്ഷിത്വത്തിന്റെയും ത്യാഗത്തിന്റെയും ദിനമായാണ് ഷിയ മുസ്ലിങ്ങൾ പ്രത്യേകമായി മുഹറം ആചരിക്കുന്നത്. ഡൽഹി, ലക്നൗ അടക്കമുള്ള പ്രദേശങ്ങൾ ഘോഷയാത്രകളും നടത്തി. ഇന്ന് മുഹറം. ഷിയ മുസ്ലിങ്ങൾക്ക് ഇന്ന് വിലാപത്തിന്റെ ദിനം, ലോക മുസ്ലിങ്ങൾക്ക് പുണ്യദിനം. ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഹിജ്റാരംഭ മാസമാണ് മുഹറം. സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും പരീക്ഷണങ്ങളുടെയും ശിക്ഷകളുടെയും മാസം. ലോക മുസ്ലിങ്ങളുടെ നേതാവായ ഇമാം ഹുസൈൻ യസീദിനെതിരായി ഖർബലയിൽ നടന്ന യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചതിന്റെ ദുഃഖകരമായ ഓർമ്മ പുതുക്കലാണ് ഷിയ മുസ്ലിം വിഭാഗത്തിന് മുഹറം 10. ये तो बहुत अच्छा होता है तो गम का, पर दिल को वो होता है जब आते हैं। मुहर्रम का प्रोग्राम तो उनकी शहादत में मनाते हैं. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞും കായിക പീഡനങ്ങൾ നടത്തിയുമാണ് ഘോഷയാത്രകൾ. കിരാതഭരണം കാഴ്ചവെച്ച ഫറോവയ്ക്കെതിരായ മൂസ നബിയുടെ അവിസ്മരണീയ വിജയത്തിന്റെ ദിനം കൂടിയാണ് മുഹറം 10. ലോക മുസ്ലിം സമൂഹത്തിന് നോമ്പുകളിലെ ഏറ്റവും പ്രധാന നോമ്പാണ് മുഹറം 10ലേത്. 24 ഡൽഹി. അപ്പോൾ ഡൽഹിയിലെ ഷിയ മുസ്ലിം വിഭാഗമാണ് ഈ രീതിയിൽ ഘോഷയാത്രയൊക്കെ നടത്തി മുഹറം ആചരിച്ചത്. അതിന്റെ വിശദമായ റിപ്പോർട്ടാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. നമുക്കൊരു കോളർ ഉണ്ട്. ഒരു പ്രേക്ഷകൻ കൂടി വരുന്നു നമ്മുടെ സ്ക്രീനിലോട്ട്. പെരുമ്പാവൂരിൽ നിന്നാണ് രാമചന്ദ്രൻ ചേട്ടനാണ്. നമസ്കാരം. നമസ്കാരം രാമചന്ദ്രൻ ചേട്ടാ. എന്തുണ്ട്, മഴയാണല്ലോ മൊത്തത്തിലല്ലേ അവിടെ? എങ്ങനെയാണ്? ഞാൻ പെരുമ്പാവൂരാണ് എന്റെ വീട്. ഞാൻ കായംകുളം ഹോളി മേരി സെൻട്രൽ സ്കൂളിലാണ് ജോലി ചെയ്യുന്ന, അവിടുത്തെ കോർഡിനേറ്റർ ആണ് ഞാൻ. പെരുമ്പാവൂരാണ് വീട്. അത് ശരി. ഇപ്പൊ എവിടെയുള്ളത്? പെരുമ്പാവൂരിലാണോ? അല്ല, പെരുമ്പാവൂര്. കാരണം ഇന്ന് ആലപ്പുഴ ജില്ലക്ക് അവധിയായിരുന്നല്ലോ, അതുകൊണ്ട് ഇന്ന് പെരുമ്പാവൂരാ. ഓക്കെ. അപ്പോ ആഴ്ചയിലൊക്കെയാണോ വീട്ടിലോട്ട് വരുന്നത്? അതെ, ആഴ്ചയിൽ വരും. പിന്നെ ഇതുപോലെ കളക്ടർ അതൊക്കെ അവധി തരും. അപ്പൊ അവധി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, അതാണ് നമ്മുടെ കമന്റ് ബോക്സിലടക്കെ വരുന്നത് അല്ലെ? ഞങ്ങൾ മുതിർന്നവരും കമന്റ് ഇടാറുണ്ട്. നാളെ ഇപ്പൊ എന്തായാലും അവധി അവിടെ പ്രഖ്യാപിച്ചിട്ടല്ലോ, അപ്പൊ പോണല്ലോ. നാളെ രാവിലെ എനിക്ക് പോണം. ഇവിടെ പെരുമ്പാവൂര് നല്ല മഴയും തണുപ്പൊക്കെയാ, ഒരു മടിയൊക്കെ ഉണ്ട്. പക്ഷെ പോയല്ലേ പറ്റുള്ളൂ അല്ലേ? പോയാലേ പറ്റുള്ളൂ. ഞാനും ഫ്ലവേഴ്സുമായിട്ട് തുടങ്ങിയ കാലം തൊട്ട് ബന്ധമുണ്ട് കേട്ടോ. അതെയോ? എങ്ങനെയാണ്? ഫ്ലവേഴ്സിന്റെ ശ്രീകണ്ഠൻ നായർ ഷോയില് ഒരു 3-4 ഷോയിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല 24ന്റെ എറണാകുളത്ത് തന്നെ കോൺഫറൻസിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനത്തിൽ വന്നപ്പോ അല്ലേ? അന്ന് ഈ കാര്യം പറഞ്ഞതായി ഓർക്കുന്നു. നീ ഫ്ലവേഴ്സിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? യെസ്.
അതെ അതെ, ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഈ പെരുമ്പാവൂർ രാമചന്ദ്രൻ പേര് തന്ന ശ്രീകണ്ഠൻ നായർ സാർ, അന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ മീറ്റിംഗിൽ. ഓക്കെ 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 ഞാൻ ഓർമ്മയുണ്ട്. ഞാൻ ഈ ഞങ്ങളുടെ ശ്രീകണ്ഠൻ നായർ ഷോയിൽ വന്നപ്പോഴാണ് ഈ നമുക്ക് അങ്ങനെ പെരുമ്പാവൂർ രാമേന്ദ്രൻ എന്നൊരു പേര്, അന്ന് വേറെ രാമേന്ദ്രൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാറ് പറഞ്ഞു പെരുമ്പാവൂർ രാമേന്ദ്രൻ തന്നെ എഴുതി കാണിക്കട്ടെ, അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. ഫ്ലവേഴ്സിൽ വന്നിട്ട് ഒരു പേര് കൂടെ കിട്ടി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫ്ലവേഴ്സിൽ വന്ന പിന്നെ പല ചാനലുകളിലേക്ക് ഞാൻ എനിക്ക് ഒരു അവസരവും കിട്ടി, പല ചാനലുകളും സംസാരിക്കാനായിട്ട്. അത് ശരി, അത് ഓക്കെ ശരി. ചേട്ടാ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാന് ഭാര്യ മാത്രം. സംസാരപ്രിയനാണ് അല്ലേ അപ്പോ? അല്ല, ഞാനൊരു പ്രാസംഗികനാണ്. ഞാൻ ഈ പ്രസംഗ തൊഴില്, അത് ശരി. ഈ രാമായണ പ്രഭാഷണം, അങ്ങനെ പലതും, അങ്ങനെ ഒരു ഇതാണ്. മഴ എന്ന് രാമായണ കേൾക്കുമ്പോ- മാസമാണ്. മഴ എന്ന് കേൾക്കുമ്പോൾ രാമചന്ദ്രന്റെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? മഴ മഴ വരുമ്പോ മനസ്സിലേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന നിരാശകളും ദുഃഖവും ഒക്കെ നമുക്ക് പോകുന്നത് ഈ മഴ കാണുമ്പോഴാണ്. കാരണം ഈ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കുളിർമ വരികയാണ്. നമ്മൾ ഈ പുറമെ ഭയങ്കര ചൂടായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ആ ശരീരത്തിൽ ആ ചൂട് വരും, നമ്മുടെ BP ഒക്കെ കൂടും. പക്ഷെ ഈ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ മഴ ഇങ്ങനെ പുറത്ത് പെയ്യുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങ് തണുക്കുക. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ആ മഴ പെയ്യുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലായിട്ട് ഭൂമി തണുക്കുന്ന പോലെ നമ്മുടെ ശരീരവും തണുക്കുകയാണ്. നമ്മുടെ ടെൻഷൻസ് എല്ലാം ഒഴിവാക്കുന്നതാണ് മഴ എന്നാണ് അങ്ങനെ രാമചന്ദ്രൻ പറയുന്നത്. ഞാൻ ചുമ്മാ ചോദിച്ചതാട്ടോ, പ്രാസംഗികൻ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഒന്ന് അങ്ങനെയാണെങ്കിൽ പോലും ചിലർക്ക് മഴ സങ്കടത്തിനും കാരണമാകാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ മഴ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. പ്രകൃതി ദുരന്തങ്ങളിലേക്ക് വരുമ്പോഴാണ്, അത് ദുരന്തങ്ങളിലേക്ക് വരുമ്പോ ഇപ്പൊ പ്രേമം പോലും ദുരന്തത്തിൽ പോകുമ്പോ ചില ഉണ്ടല്ലോ, പക്ഷെ പ്രേമം നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ. എല്ലാത്തിനും രണ്ട് വശമുണ്ട് ഒരു നാണയത്തിന്റെ പോലെ. അതെ അതെ അതെ. എന്തായാലും ചേട്ടാ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും 24 തുടർന്ന് കാണുക. താങ്ക് യു സോ മച്ച്. രാമചന്ദ്രനാണ് പെരുമ്പാവൂരിൽ വിളിച്ചത് അല്ലെ? ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് നമുക്ക് ഒന്നുകൂടി പരിശോധിക്കുകയാണെങ്കിൽ വീണ്ടും അവധിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്യു ചോദിക്കുന്നു, ക്യാൻ യു സിംഗ് ഓൾ സോങ് ടുമോറോ, ഇറ്റ്സ് മൈ പോയി. പഴയ പാട്ട് പാടണം. നമ്മൾ പഴയ പാട്ട് പാടിയിരുന്നു. അങ്ങനെ ജിതേഷ് ഒരു സജഷൻ പറയുന്നുണ്ട് കേട്ടോ. അലോസര വാർത്ത കഴിഞ്ഞിട്ട് ശുഭവാർത്ത കാണിച്ചാൽ മതി, അവസാനം എല്ലാത്തിനും ശുഭമാണല്ലോ. അപ്പം പിന്നെ സിംപ്ലി പറഞ്ഞു, എന്റെ അമ്മ നിങ്ങളുടെ ഫാനാണ്, ഇന്നലത്തെ പാട്ട് ഇഷ്ടപ്പെട്ടു, ഇന്നും പാടുവോ ചേച്ചി ചേട്ടാ, വീട്ടിൽ 24 ന്യൂസ് ആണ് എപ്പോഴും വെക്കുന്നത്. ഓക്കെ, മിനി നായർ ഹായ് പ്രജൻ പ്രവിത, ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഒക്കെ ഗുഡ് നൈറ്റ് ന്യൂസിന്റെ വ്യൂവേഴ്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർക്കെല്ലാം നിങ്ങളുടെ അവതരണം ഒത്തിരി ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു മിനി ചേച്ചി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു ചെറിയ ഇടവേളക്ക് സമയമാവുന്നു. ഇടവേള കഴിഞ്ഞു വരുന്ന സമയത്തേക്കും ഒരു ചെറിയ കാര്യം പ്രേക്ഷകർക്ക് കൊടുക്കട്ടെ. സസ്പെൻസ് എന്തായാലും സസ്പെൻസ് അല്ല, ഇതൊരു ടാസ്കാണ്. ഓ അങ്ങനെ, ഒരു പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഒരു പാട്ട്, അതിനെ കുറിച്ചുള്ള ചോദ്യത്തിലേക്കാണ്. ഇതാണ് ആ പാട്ട്. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ, എന്റെ രാധേ നീ വരൂ, താനേ പൂക്കും വനമലരായി, കോടി ജന്മങ്ങളായി നിന്നെ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ഈ പാട്ടിന്റെ ഇതിന്റെ വിരുദ്ധം എന്ന് പറയും ഏറ്റവും. അതെ, ശരിക്കും യഥാർത്ഥത്തിൽ ഈ പാട്ടിന്റെ തുടക്കം എന്താണെന്നാണ് ചോദ്യം. കണ്ടുപിടിക്കുക. മലപ്പുറം മഞ്ചേരിയിൽ കരിങ്കൽ ക്വാറിയിലെ കുളത്തിൽ വീണ അതിഥിത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. സ്കൂബ ടീം നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് പോക്സോ കേസിൽ പോലീസുകാരൻ അറസ്റ്റിൽ. പിടിയിലായത് മലപ്പുറം അരീക്കോട് ക്യാമ്പിലെ CPO അജീഷ്. 16-കാരിയെ പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ശബരിമലയിൽ ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തൻ പമ്പയാറ്റിലേക്ക് എടുത്തു ചാടി. തമിഴ്നാട് സ്വദേശിയായ വന്യദാസ് ആണ് പമ്പയിലേക്ക് ചാടിയത്. ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചു. ആലപ്പുഴ പുറക്കാട് KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ ചില്ല എറിഞ്ഞ് തകർന്ന സംഭവത്തിൽ വഴിത്തിരിവ്. ചില്ല എറിഞ്ഞുടച്ചതല്ലെന്ന് പോലീസ്. പ്രദേശത്തെ CCTV പരിശോധിച്ചതിൽ കല്ലെറിയുന്നതായി കണ്ടെത്താനായില്ലെന്നും പോലീസ്. ആലപ്പുഴ ചെന്നിത്തലയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ മദ്യം നൽകി പീഡിപ്പിച്ച ദമ്പതികൾ അറസ്റ്റിൽ. പെൺകുട്ടിയുടെ ബന്ധുക്കളാണ് അറസ്റ്റിലായത്. പീഡന വിവരം പുറത്തറിയുന്നത് സ്കൂളിലെ കൗൺസിലിംഗിനിടെ. ആലപ്പുഴയിൽ പുളിങ്കുന്നിൽ നിർമ്മാണത്തിലിരുന്ന ഹൗസ് ബോട്ടിന് തീപിടിച്ചു. നാട്ടുകാർ ചേർന്ന് തീയണച്ചു. ആളപായമില്ല. വ്യാപാരി വ്യവസായി സമിതി സ്ഥാപക നേതാവും തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റുമായ ബിന്നി ഇമ്മട്ടി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഹൃദ്രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വ്യാപാരി വ്യവസായി സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റും CPIM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് 2.5 വയസ്സുകാരൻ ശ്വാസതടസ്സത്തെ തുടർന്ന് മരിച്ചു. കുശക്കോട് സ്വദേശി സുഖിൽ സന്ധ്യാദമ്പതികളുടെ മകനാണ്.
ദേശീയപാതയിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊരാണിയിൽ വാഹനാപകടം. ലോറിയും ജീപ്പും കൂട്ടിയിടിച്ച് ജീപ്പ് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നന്ദിയോട് പടക്കശാലയിലെ തീപിടുത്തത്തിൽ പരുക്കേറ്റ് ചികിത്സയിരുന്ന ഉടമ ഷിബു മരിച്ചു. ഇന്ന് രാവിലെയാണ് പടക്കക്കടയ്ക്കും ഗോഡൌണിനും തീപിടിച്ചത്. ദൃശ്യങ്ങളിൽ ആ അപകടം വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ നേരത്തെ ചികിത്സയിലായിരുന്ന ആ ഉടമയാണ് ഇപ്പോൾ മരിച്ചു എന്ന വാർത്ത വരുന്നത്. ഷിബു എന്നാണ് പേര്. അപ്പോൾ പ്രജൻ നമ്മുടെ ഇടവേളയ്ക്ക് മുൻപ് ഒരു ടാസ്ക് പ്രേക്ഷകർക്ക് തന്നിരുന്നു. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ അതിന്റെ ബാക്കി എന്താണെന്ന് ഇട്ടിട്ടുണ്ട്. പാട്ടിന്റെ ഒരുപാട് പേര് അതെ 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 സിനിമയിലെ അതന്നെയാണ് മാർഗഴിയെ മല്ലികയെ മാർഗഴിയെ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ എന്ന് പോകുന്ന പാട്ടാണ്. പക്ഷെ അതിന്റെ ആദ്യത്തെ ആ 4 വരി ആ വിരുത്തം എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ്. അത് ശ്രീനിവാസാണ് പാടിയത്. അപ്പോൾ അത് ഏറ്റവും ആദ്യം ശരി ഉത്തരം പറഞ്ഞത് ട്രെൻഡി എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് എന്ന് തോന്നുന്നു. അതെ, യെസ്, ട്രെൻഡി എച്ച് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ശരി ഉത്തരം ആദ്യം അറിയിച്ചത്. അതിന് പിന്നാലെ എല്ലാവരും ഒരുപാട് പേർ അതേ ഉത്തരം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. അതെ, ഷൈനി പറഞ്ഞു ഒരു ദിവസം നിഖിൽ പ്രമേഷിനെ ഈ ഫ്ലോറൽ കൊണ്ടുവന്ന് പാടിക്കണം എന്ന് പറയുന്നുണ്ട്. നസീം പറഞ്ഞു എന്റെ പൊന്ന് ചേച്ചി കോഴിക്കോട് നല്ല മഴയാ, പക്ഷെ കാര്യമില്ല, കോഴിക്കോട് സ്കൂളുണ്ട്, നാളെ സ്കൂളിൽ പോകണം, ഇതൊരു അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമേ അവധിയുള്ളൂ കേട്ടോ. പിന്നെ കുഞ്ചൂസ് വ്ലോഗ് പറഞ്ഞു ചേട്ടാ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ എന്ന സോങ് ഒന്ന് പാടുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇത് സംശയമുണ്ട്, ചേട്ടൻ എത്ര വയസ്സായെന്ന് കേട്ടോ. ഒരുപാടായിട്ടുണ്ട്. നിഷാദ് ചോദിക്കുന്നു പ്രജൻ പ്രവിത എന്നെ മറന്നോ, ഇപ്പോൾ മെസ്സേജ് വായിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. മഴയൊക്കെ അല്ലേ, മഴയെ സംബന്ധിച്ച് പാട്ട് വേണമെന്ന് സ്വാലിഹ പറയുന്നുണ്ട്. ഹിബ ചോദിക്കുന്നുണ്ട് ഹിബയെ മറന്നോ, ഒറ്റ കമന്റ് വായിക്കുന്നില്ല. അതുകൊണ്ടല്ല ഹിബ, നമ്മുടെ ഈ കുട്ടികൾ ഒരുപാട് പേര് കമന്റ് അയക്കുമ്പോഴേ നിങ്ങളുടെ കമന്റ്സ് ചിലപ്പോൾ അതിൽ കാണാതെ പോകുന്നതാണ് കേട്ടോ, മനഃപൂർവ്വം വായിക്കാത്തതല്ല. പാബ്ലോ ആർട്സ് എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്ന് വരുന്നു. പാട്ടൊന്നും വേണ്ട, അവധിയുടെ കാര്യം പറ. ഇത് ഒരാളുടെ മാത്രം അഭിപ്രായമല്ല, പാട്ടൊന്നും വേണ്ട, നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ആൾക്കാരും നിരവധിയുണ്ട്. അപ്പൊ കാര്യവും പറയുന്നത്. അടുത്തൊരു റിപ്പോർട്ടിലേക്ക് പെട്ടെന്ന് പോവാം. അന്താരാഷ്ട്ര വടംവലി മത്സരത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് ന്യൂയോർക്ക് നഗരം. അവിടെയുണ്ട് വടംവലി. മത്സരത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ നടന്ന വടംവലി എക്സിബിഷൻ കാഴ്ചയുടെ വേറിട്ട കാഴ്ചകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. മീനു ചേലാടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. രാജ്യത്തിന്റെ കായിക മാമാങ്കത്തിനായി ന്യൂയോർക്ക് നഗരം ഒരുങ്ങുമ്പോൾ പരിചിതമല്ലാത്ത ആ കൗതുക കാഴ്ച കാണാൻ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിന് ചുറ്റും കൂടിയത് നിരവധി വിദേശികളാണ്. ഓഗസ്റ്റ് 17-ന് സ്റ്റോണി പോയിന്റ് റോക്ക്ലാൻഡ് കമ്മ്യൂണിറ്റി സെന്ററാണ് അന്താരാഷ്ട്ര വടംവലി മത്സരത്തിന് വേദിയാകുന്നത്. അമേരിക്കയിലെയും കാനഡയിലെയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾക്ക് പുറമെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കും. 1ാം സ്ഥാനത്തെത്തുന്ന ടീമിന് ട്രോഫിയും $5000 ക്യാഷ് അവാർഡും സമ്മാനമായി ലഭിക്കും. We're here in Times Square and we're going to kick off Aviation 2024. ഈ വർഷത്തെ വടംവലി മത്സരം വൻ വിജയമാക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിലാണ് മത്സരത്തിന് നേതൃത്വം നൽകുന്ന ന്യൂയോർക്ക് സോഷ്യൽ ക്ലബ്. ക്യാമറമാൻ ക്രിസ്റ്റീന വർഗീസിനൊപ്പം മീനു ചേലാടൻ, 24 USA. അപ്പം ക്രിസ്റ്റീന വർഗീസും മീനു ചേലാടനും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. അതെ അതെ. അപ്പോൾ കമന്റ്സ് വീണ്ടും ഒരുപാട് വരുന്നുണ്ട്. ഗോപി തനു എന്നാണ് പേര് തോന്നുന്നു. ഗോപി തനു ഒത്തിരി നേരമായി പറയുന്നു. ഹായ് പ്രജിൻ ചേട്ടാ, എൻ്റെ അമ്മയുടെ പേര് ചിത്ര എന്നാണ്, ഒരു ഹായ് കൊടുക്കുമോ? ചിത്രമ്മ ഹായ്, സുഖമായിരിക്കുന്നല്ലോ. റീൽസ് പറയുന്നു 24-ന് ഒരു കുട തരുമോ, കുട വാങ്ങാൻ പോലും നിവൃത്തിയില്ല, പണിയില്ല എന്ന് പറയുന്നുണ്ട്. സ്ഥിരം പ്രേക്ഷകരെ മറന്നു എന്ന് ഷിരാജ് കലക്കിട്ട് പറയുന്നു. എവിടെ മറക്കാൻ, ആരെയും മറക്കില്ല, എല്ലാ പ്രേക്ഷകരെയും നമുക്ക് ഓർമ്മയുണ്ട്, എല്ലാവരും നമ്മുടെ ഫാമിലിയുടെ ഭാഗമാണ്. കണ്ണൻ നായരുടെ ഒരു ആവശ്യം കേട്ടോ, ഒരു തവണ SKN കൊണ്ട് വന്ന് പാടിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് രാവിലെ SKN ഷോയിലൊന്ന് പറഞ്ഞാൽ മതി. സംസ്ഥാന സമ്മേളനത്തിന് SKN പാടിയിരുന്നു.
അപ്പൊ അങ്ങനെ പ്രേക്ഷകരുടെ ഒരുപാട് കമന്റ്സ് വരുന്നു. ഇപ്പൊ ഈ അവധി കമന്റ് നമ്മൾ ഒഴിവാക്കി വായിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ചിലപ്പോൾ കുറച്ച് സമയം. ആമിന ചോദിക്കുന്നത്, പ്രജന്റ് പ്രോ ചേച്ചി സ്ഥിരം പ്രേക്ഷകരായ ഞങ്ങളെ മറന്നുകൊണ്ട് പോകുന്നു, ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട്. സുരേഷ് പഴവീട് പറയുന്നു, അവധിക്ക് വേണ്ടി ആദ്യമായി ന്യൂസ് കാണുന്ന മകൾ ആർദ്ര എന്ന് പറയുന്നു. അവധി നിലവിലില്ല കേട്ടോ. ഇപ്പോ നേരത്തെ പറഞ്ഞ എന്താണ് പറയുക, വയനാട് മാത്രമേ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പ്രേക്ഷക കൂടി നമ്മുടെ സ്ക്രീനിലേക്ക് വരാൻ പോകുന്നു. മിൻഹ ഫാത്തിമ എന്നാണ് പേര് എന്നാണ് പറയുന്നത്. വലിയ ആളാണ്. ആയ് മിൻഹ കുട്ടി, ഹലോ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? അയ്യോ, തേർഡ് സ്റ്റാൻഡേർഡായോ? ഏത് സ്കൂളിലാ? നിർമ്മല ഭവനിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ മിൻഹുകുട്ടിയുടെ? ബെസ്റ്റ് ഫ്രണ്ട് സ്കൂള് മാറി. സ്കൂൾ മാറിയോ? ഈ വർഷമാണോ സ്കൂള് മാറിയത്? അവര് മാറിയോ? അവര് സ്കൂള് മാറി. അവര് മാറി. പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിയോ? കിട്ടി. നാളെ സ്കൂളിൽ പോണ്ടേ? ഹോംവർക്ക് ഒക്കെ ചെയ്തോ? ചെയ്തു. മാത്സ് ബാക്കിയുണ്ടല്ലോ ചെയ്യാൻ, അത് ചെയ്തില്ലല്ലോ. മാത്സ് ചെയ്തോ? ഓക്കെ, എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, മിൻഹ വേറെ ആരൊക്കെയുണ്ട് അടുത്ത്? മിന എന്തോ പറഞ്ഞു, നമുക്ക് കേട്ടില്ല. മിനുക്കുട്ടി എന്താ പറഞ്ഞേ? പാടട്ടെ, പന്തളം പാട്ട് പാട്ടെന്നാണോ ചോദിച്ചേ മിൻഹ? കവിത. പെട്ടെന്ന്. പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരും, പാടില്ല ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകും, വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരും, പാടില്ല പൂക്കളിലെ തേനുകരാൻ പോകുന്നു. സ്കൂളിൽ പോവാൻ ഇഷ്ടാണോ? ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. അപ്പൊ നാളെ എന്തായാലും സ്കൂളിൽ പോണം കേട്ടോ, മിടുക്കിയായിട്ട് പോണം കേട്ടോ. ഓക്കെ, ഞാൻ എന്നും രാവിലെ 24 ന്യൂസ് കാണാറുണ്ട്. കേട്ടോ മിൻഹ. അപ്പൊ എല്ലാ ദിവസവും ന്യൂസ് ഒക്കെ കണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നതൊക്കെ അറിയണം കേട്ടോ. ഓക്കെ മോളെ, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ഇനിയും ഗുഡ് നൈറ്റ്. ന്യൂസ് കാണണേ, നന്നായി പഠിക്കാം കേട്ടോ. അതെ, യെസ്. മിൻഹ ഫാത്തിമയാണ് വിളിച്ചത്, കഴക്കൂട്ടത്ത് നിന്നും. അപ്പൊ നമുക്ക് ആ കുഞ്ഞു കുട്ടിയായിട്ട് സംസാരിക്കാൻ പറ്റിയപ്പോ ഒരു സന്തോഷം അല്ലേ? സന്തോഷം, അതെ. അപ്പൊ കണ്ടില്ലേ മിൻഹ പറഞ്ഞത് സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല, നാളെ എന്തായാലും പോകുന്നതാണ്. അപ്പൊ പക്ഷേ മിൻഹയ്ക്ക് മടിയില്ല, കുറെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും മടിയുണ്ട്. ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അവധി ഉണ്ടോ എന്നത്. അത് മടി കൊണ്ടല്ല, ഇത്രയും പ്രശ്നമുള്ള സമയത്ത് സ്കൂളിൽ പോകുന്ന അപകട സാധ്യതയുള്ള സമയമാണ്. അതെ, അതിന് നമ്മളതിന് വേറൊരർത്ഥത്തിന് മടിയെന്നും പറയും. യെസ്. അപ്പോ നമ്മുടെ ഷോയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ആധുനിക ഫോട്ടോഗ്രാഫിയിലെ അത്ഭുതമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഫോട്ടോഗ്രാഫർ ഡഗ് മിൽസ് പകർത്തിയ ചിത്രം. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തലയ്ക്ക് പിന്നിലൂടെ പാഞ്ഞു പോകുന്ന വെടിയുണ്ടയുടെ ചിത്രം പകർത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അതാണ് വലിയ പ്രചാരത്തിൽ ഇപ്പോൾ ഉള്ളത്. ട്രംപ് എന്തെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ഈ വധശ്രമത്തിനിടെ ആണ് ഡഗ് മിൽസ് ചിത്രം ക്യാമറയിൽ പകർത്തിയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ആധുനിക ഫോട്ടോഗ്രാഫിയിലെ അത്ഭുതമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഫോട്ടോഗ്രാഫർ ഡഗ് മിൽസ് പകർത്തിയ ചിത്രം. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തലയ്ക്ക് പിന്നിലൂടെ പാഞ്ഞു പോകുന്ന വെടിയുണ്ടയുടെ ചിത്രം പകർത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അതാണ് വലിയ പ്രചാരത്തിൽ ഇപ്പോൾ ഉള്ളത്. ട്രംപ് എന്തെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ഈ വധശ്രമത്തിനിടെ ആണ് ഡഗ് മിൽസ് ചിത്രം ക്യാമറയിൽ പകർത്തിയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം. ശനിയാഴ്ച വൈകിട്ട് പെൻസിൽവാനിയയിൽ ഡൊണാൾഡ് ട്രംപിന്റെ റാലി കവർ ചെയ്യാനിറങ്ങുമ്പോൾ ന്യൂയോർക്ക് ടൈംസ് ഫോട്ടോഗ്രാഫർ ഡഗ് മിൽസിന് ചരിത്രമാകാൻ പോകുന്ന ഒരു ഫോട്ടോ എടുക്കാനാണ് തന്റെ നിയോഗമെന്ന് അറിയില്ലായിരുന്നു. 40 വർഷങ്ങളായി അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പരിപാടികൾ കവർ ചെയ്യുന്നയാളാണ് 64-കാരനായ മിൽസ്. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ വിഖ്യാതമായ പല ചിത്രങ്ങളും പകർത്തിയിട്ടുള്ള മിൽസിന്
2 തവണ ഫോട്ടോഗ്രഫിക്കുള്ള പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വേദിയിൽ ട്രംപ് പ്രസംഗിക്കവേ ഏതാനുമടി മാത്രം ദൂരെ നിന്നാണ് ഡഗ് മിൽസ് ഫോട്ടോകൾ പകർത്തിയിരുന്നത്. വെടിയൊച്ച കേൾക്കുന്ന സമയത്തും മിൽസ് ചിത്രങ്ങൾ എടുത്തുകൊണ്ടേയിരുന്നു. വധശ്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ന്യൂയോർക്ക് ടൈംസിന്റെ ഓഫീസിലേക്ക് ചിത്രങ്ങൾ അതിവേഗം അയച്ചു നൽകി 5 നിമിഷങ്ങൾക്കു ശേഷം എഡിറ്ററുടെ കോൾ മിൽസിനെ തേടിയെത്തി. മിൽസ് അയച്ച ചിത്രങ്ങളിലൊന്നിൽ ട്രംപിന്റെ തലയ്ക്ക് പിന്നിലൂടെ കടന്നുപോകുന്ന വെടിയുണ്ട കാണാമെന്നാണ് എഡിറ്റർ വിളിച്ചറിയിച്ചത്. മിൽസ് അമ്പരന്നു. ചിത്രങ്ങൾ അയക്കുമ്പോൾ അത് മിൽസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ലോക ഫോട്ടോഗ്രഫിയുടെ ചരിത്രത്തിൽ അതോടെ അത്ഭുതമായി മാറി മിൽസിന്റെ ചിത്രം. സോണി ഡിജിറ്റൽ ക്യാമറ സെക്കൻഡിൽ 30 ഫ്രെയിമുകൾ എന്ന നിലയിൽ സെറ്റ് ചെയ്താണ് മിൽസ് ഫോട്ടോകൾ എടുത്തിരുന്നത്. ഷട്ടർ സ്പീഡാകട്ടെ 1/8000 പ്രതി സെക്കൻഡും. അക്രമി ഉപയോഗിച്ചത് സെക്കൻഡിൽ 3200 അടി വേഗത്തിൽ ബുള്ളറ്റുകൾ സഞ്ചരിക്കുന്ന തോക്കായതിനാലാണ് വെടിയുണ്ടയുടെ ദൃശ്യം ലഭിച്ചത്. റിസർച്ച് ഡെസ്ക് 24. അപ്പോ ഒരു ദിനം കൂടി വിടവാങ്ങുകയാണ്. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. നന്നായി ഉറങ്ങുക. നാളെ ഒരു നല്ല ദിനമാകട്ടെ എന്ന് ഇപ്പോഴേ ആശംസിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.